5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ജമ്മു കാശ്മീർ നിയമസഭയുടെ 1ാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ നല്ല മികച്ച പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. രാവിലെ 11 മണി വരെയുള്ള കണക്ക് നോക്കിയാൽ 26.72% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമാധാനപരമാണ്. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 അംഗ നിയമസഭയിലേക്ക് വാശിയേറിയ മത്സരമാണ് ഇത്തവണ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 24 സീറ്റുകളിൽ 8 ജമ്മു മേഖലയിലെ 3 ജില്ലകളിലും 16 കശ്മീർ താഴ്വരയിലെ 4 ജില്ലകളിലുമാണ്. തീവ്രവാദ ബാധിത പ്രദേശമായ ധോഡയിലും ചിനാബ് താഴ്വരയിലെ കിഷ്ത്വറിലും ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വോട്ടെടുപ്പ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 3276 പോളിംഗ് സ്റ്റേഷനുകളിലും സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. മെഹബൂബ മുഫ്തിയുടെ മകൻ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി, AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ, നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു, PDP അംഗം സർതാജ് മഅദനി, അബ്ദുൾ റഹ്മാൻ വീരി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ജമ്മുകശ്മീരിലെ ജനങ്ങൾ സമ്മതിദാനാവകാശം ശക്തമായി വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ആഹ്വാനം ചെയ്തു. 24 ഡൽഹി.